മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നൊക്കെ ഒരു പ്രതീക്ഷ പിണറായിക്കുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ വിധി എഴുതിയത് മറിച്ചായിരുന്നു. അതായത് 10 വർഷത്തെ ഭരണം ഇനി മതി, ഇനി നമുക്ക് CPM-നെയോ പിണറായി വിജയനെയോ ആവശ്യമില്ല, താങ്കൾ ഇനി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കോ MLA ആയിട്ടിരിക്കോ എന്തായിരുന്നാലും മതി എന്നുള്ള ഒരു നിലപാടിലാണ് ജനങ്ങൾ തന്നെ എത്തിയത്. കാരണം അത്രയേറെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന രാജ്യത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്ത്, ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും ധിക്കാരം ധാർഷ്ട്യം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പാവത്താനെ പോലെ, പൂച്ചക്കുട്ടിയെ പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ കടക്ക് പുറത്തെന്നോ അങ്ങോട്ട് മാറി നിൽക്കുന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുന്നോ അങ്ങനെ ഒന്നൊരു പ്രസ്താവനയുമില്ല. മാധ്യമങ്ങൾ എന്ത് ചോദിക്കുന്നോ സാധാരണ ഒരു MLA പോലെ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി സൗമ്യമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോഴും സംസാരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമായിരുന്നുവെന്ന് ജനങ്ങളും അതോടൊപ്പം തന്നെ, അതായത് ജനങ്ങളല്ല, CPM-ലെ തന്നെ പിണറായി പക്ഷക്കാരായുള്ള ഒരു 3-4 നേതാക്കന്മാരുണ്ട്, അവർ ഇപ്പോൾ പറയുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവാവുന്നതിന് മുന്നേയൊക്കെ ചർച്ചകളൊക്കെ നടന്നു. അതിനുശേഷമൊക്കെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായി. അതിനുശേഷം പിണറായി വിജയ്ക്ക് പാർട്ടിയുടെ ഫ്ലാറ്റുണ്ട് ചിന്തയിൽ. പിണറായി വിജയന് ഒരു 2 റൂം അനുവദിച്ചതാണ്, അവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവസാന നിമിഷം പിണറായി വിജയൻ പറഞ്ഞു വേണ്ട, വാടക വീടെടുത്താൽ മതി. അങ്ങനെ ഒരു വാടക വീടെടുത്ത് നഗരഹൃദയത്തിൽ തന്നെ താമസിക്കുമ്പോൾ അത് ജനങ്ങൾക്കൊരു സന്ദേശം കൊടുക്കും എന്നൊക്കെയാണ് അണികളൊക്കെ പറഞ്ഞത്. അത് കേട്ടിട്ട് പിണറായി വിജയനും ഓക്കെ അങ്ങനെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴുതക്കാട് ഒരു വാടക വീടെടുത്തത്. അങ്ങനെ അവിടെ എടുത്തത് മാസം 1 ലക്ഷം രൂപയുടെ അത്യാഡംബരമായ ഒരു വാടക വീടാണ്. സ്വിമ്മിംഗ് പൂൾ അടക്കം ഉണ്ട്. ഏകദേശം ഒരു 4000 ചതുരശ്ര മീറ്ററൊക്കെ ഉണ്ട്. ആ ഒരു വിസ്തീർണമൊക്കെ ഉള്ള ഒരു വീടാണ് പിണറായി വിജയൻ എടുത്തത്. അങ്ങനെ അതിനുശേഷമാണ് വാടക വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് EDയുടെ ഒരു അന്വേഷണം ഉണ്ടായത്. ED ഇരച്ച് കയറുകയായിരുന്നു. രാവിലെ 6 മണിക്ക് പിണറായി വിജയൻ കട്ടിലിൽ നിന്ന് എണീച്ച് കണി കണ്ടത് ഐ ആം ഫ്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു 6-7 ED ഉദ്യോഗസ്ഥർ, കൂടാതെ യന്ത്രത്തോക്കുധാരികളായ CRPF ഉദ്യോഗസ്ഥരെയൊക്കെയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനൊക്കെ ഞെട്ടി. കാരണം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അടുക്കാനും പറ്റില്ലായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവായി ഭരണമൊന്നും ഇല്ലായിരുന്ന സമയത്ത് ED ഉദ്യോഗസ്ഥർ കയറി വന്ന് ഫുൾ റെയ്ഡ് നടത്തുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ട്, ലംഘിച്ചാൽ കോടതി പിടിച്ച് ജയിലിലിടും. അതൊക്കെ കൊണ്ട് തന്നെ പിണറായി വിജയൻ മിണ്ടാപ്പൂച്ചയെ പോലെ EDയുടെ ജോലി ചെയ്യാനായിട്ട് ചെയ്തു. ഇപ്പോൾ പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറുന്നതിനെ പറ്റി ഒരു ആലോചന നടക്കുകയാണ്. കാരണം നിർണായക തെളിവുകളാണ് വീണ വിജയന് എതിരെ ED വഴുതക്കാട് വസതിയിൽ നടത്തിയ റെയ്ഡിൽ 10 മണിക്കൂർ നീണ്ട റെയ്ഡിൽ കണ്ടെത്തിയത്. അപ്പോൾ ഏത് സമയത്തും വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി വീണ വിജയനോട് ഹാജരാകാനായിട്ട് പറയാം, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാം. കാരണം വ്യക്തമായ തെളിവുകൾ വീണയുടെ പേരിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് പിണറായി വിജയനും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഇന്ന് നയപ്രഖ്യാപനമൊക്കെ നടന്നതിന് ശേഷം യാദൃശ്ചികമായി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി. ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞത് മുഖ്യമന്ത്രിയായ VD സതീശൻ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാത്തതിനാലാണ് ഇപ്പോൾ മാറാൻ കഴിയാത്തതെന്നാണ് പിണറായി വിജയൻ ഒരു വിശദീകരണം നൽകിയത്. അതേസമയം പ്രതിപക്ഷ നേതാവ് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറുമെന്ന് പറയാൻ മറ്റു പല കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ED നടത്തിയതുപോലുള്ള ഒരു റെയ്ഡോ അല്ലെങ്കിൽ തുടർ നടപടികളോ, ഇനിയിപ്പോൾ EDയോ CBIയോ NIയോ SFIയോ ആര് വന്നാലും ഒരു റെയ്ഡോ അങ്ങനെ അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു അനിവാര്യമായ ഒരു നടപടിയാണ്. അത് എന്നായാലും ഏത് സമയത്തായിരുന്നാലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഔദ്യോഗിക വസതിയിലേക്ക് തനിക്കും മകൾക്കും കുറച്ചെങ്കിലുമൊക്കെ ഒരു സംരക്ഷണം ലഭിക്കുമെന്ന് പിണറായിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയാണ് പിണറായിയുടെ വിലയിരുത്തൽ. കാരണം കണ്ടോൺമെന്റ് ഹൗസിൽ കേന്ദ്ര ഏജൻസിക്ക് നേരെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആ കാര്യം DGP അറിയിക്കണം, രണ്ടാമത് സ്പീക്കറിനെ അറിയിക്കണം. അതിനുശേഷം മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് കണ്ടോൺമെന്റ് ഹൗസിൽ കയറി ചെന്ന് പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ മകളെയോ ഭാര്യയോ ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് തടസ്സമൊന്നും ഇല്ല എങ്കിലും അതിൻ്റെതായ കുറച്ച് പരിമിതികൾ ഉണ്ടാകാം. അതിനാൽ തന്നെ മകൾ വീണ വിജയനെ കൂട്ടി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറാനാണ് പിണറായി വിജയൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് വീണ്ടും ചോദിച്ചപ്പോഴാണ് പിണറായി പറയുന്നത്
അതിനുള്ള ഒരു സൗകര്യം വി.ഡി. സതീശൻ ഒരുക്കി തരുന്നില്ല. കാരണം ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് വി.ഡി. സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിഫ് ഹൗസിൽ എല്ലാം പണികളും പൂർത്തിയായതിനു ശേഷം വി.ഡി. സതീശൻ നേരെ ക്ലിഫ് ഹൗസിലേക്ക് മാറും, പിണറായി വിജയൻ നേരെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറും. അപ്പോൾ അവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്, അതായത് അല്ലറ ചില്ലറ പണികളുണ്ട്. അതും കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പിണറായി തിരിച്ചു മാറുക എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറിയ ഉടൻ തന്നെ കൺവെന്റ് ഹൗസിലേക്ക് പിണറായി മാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ഇ.ഡി. അന്വേഷണം ഇപ്പോൾ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വഴുതക്കാട് വസതിയിൽ തന്നെ താമസിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ സ്വരാജ്, അതായത് ഈ ബുദ്ധിജീവി എന്നൊക്കെ പറയപ്പെടുന്ന CPM ഒക്കെ വിശേഷിപ്പിക്കുന്ന സ്വരാജ് പറഞ്ഞത് വി.ഡി. സതീശൻ മനഃപൂർവ്വം കൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് മാറാതെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കടക്കുന്നത് എന്നാണ്, താമസിക്കുന്നത് എന്നാണ് സ്വരാജ് പറയുന്നത്. കാരണം ഇ.ഡിക്കും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് സുഗമമായി തന്നെ പിണറായിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള സൗകര്യം വി.ഡി. സതീശൻ ഒരുക്കുന്നു എന്നൊക്കെയാണ് CPM-ഉം അതോടൊപ്പം തന്നെ സ്വരാജും ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രഥമ ദൃഷ്ട്യാൽ കുറ്റം ചെയ്തിട്ടുണ്ട്, അത് ഹൈക്കോടതി മുന്നിലായിരുന്നാലും കേന്ദ്ര ഏജൻസിയുടെ മുന്നിലായാലും ഇനിയിപ്പോൾ കേരള പോലീസിന് മുന്നിലായാലും ആ വ്യക്തിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെ ചെന്ന് വിളിച്ചാലും, ഏത് 10-50 ഊരിപ്പിടിച്ച വടിവാളുകളുടെ ഇടയിലായിരുന്നാലും, മടിയിൽ കനമില്ല എന്നൊക്കെ പറയുന്ന സ്ഥിരം ക്യാപ്സൂളുകൾ ഇറക്കുന്ന വ്യക്തിയായിരുന്നാലും, 10-50 CPM പ്രവർത്തകർ ഒന്നിച്ചു വന്നാലും കേന്ദ്ര ഏജൻസി ആ വ്യക്തിക്കെതിരെ ശക്തമായ തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനിടെ കേന്ദ്ര ഏജൻസിക്ക് വേണമെങ്കിൽ CRPF-ന് ഇറക്കാം, മറ്റ് പട്ടാളത്തിന് ഇറക്കാം, എന്ത് ചെയ്തിട്ടാണെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവർ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിന് ഏതൊക്കെ മാളത്തിൽ ചെന്ന് ഒളിച്ചിട്ടും അവിടെ ഇരുന്നുകൊണ്ട് ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല.